മലപ്പുറം രാങ്ങാട്ടൂർ ജുമാ മസ്ജിദിൽ നമസ്കാരത്തിനിടെ മോഷണം നടത്തിയ പ്രതി പിടിയിലായി. നെന്മാറ സ്വദേശി ഷംസുദ്ദീനാണ് പിടിയിലായത്. മോഷ്ടിച്ച മൊബൈൽ വിൽക്കാനായി തിരൂരിലെത്തിയപ്പോഴാണ് പ്രതി പിടിയിലായത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു നിസ്കരിക്കുന്നതിനിടെ ഷംസുദ്ദീൻ മൊബൈൽ ഫോൺ മോഷ്ടിച്ചത്. സോണലാണ് വിവരങ്ങളുമായി ചേരുന്നത്. സോണൽ, ഗുഡ് മോർണിംഗ്. ഇയാൾ എങ്ങനെയാണ് പിടിയിലായത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രധാനമായും രാങ്ങാട്ടൂരിലെ പള്ളിയിൽ നമസ്കാരത്തിനിടെയാണ് അയാൾ വന്ന് ഈ സാധാരണക്കാരനായ അബൂബക്കറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞ് ഇന്നലെ ഇയാൾ ഈ മോഷ്ടിച്ച മൊബൈൽ ഫോൺ വിൽപ്പനയ്ക്കായി തിരൂർ മാർക്കറ്റിൽ എത്തിച്ചു. എന്നാൽ ആ മോഷണം നടത്തിയ ദിവസം ധരിച്ചിരുന്ന അതേ വസ്ത്രം ധരിച്ചാണ് അയാൾ ഇന്നലെയും തിരൂരെത്തിയത്. അത് ഈ ജീവനക്കാരനെ, അതായത് നമ്മൾ ഉൾപ്പെടെ ഈ മോഷണം നടത്തുന്ന CCTV ദൃശ്യങ്ങൾ വലിയ തോതിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു, വാർത്തയാക്കിയിരുന്നു. ഇത് കണ്ട് മനസ്സിലാക്കിയ ആ മൊബൈൽ ഷോപ്പിലെ തൊഴിലാളി ജീവനക്കാരനാണ് ഇയാൾ തന്നെയാണോ ആ മോഷണം നടത്തിയത് എന്നുള്ളൊരു സംശയം അയാൾക്കുണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വിശദമായി അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. പിന്നാലെ പോലീസിനെ, അതായത് തിരൂർ പോലീസിന് വിവരം അറിയിക്കുന്നു. ഒടുവിൽ തിരൂർ പോലീസ് എത്തി ഈ പ്രതിയെ പിടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നെന്മാറ സ്വദേശിയായിട്ടുള്ള ഷംസുദ്ദീനാണ് പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ്. വിശ്വാസികളെ സംബന്ധിച്ച് നോമ്പ് കാലമാണ്. ആ നോമ്പ് കാലത്ത് എല്ലാ വിശ്വാസികളും പ്രാർത്ഥനയുമായിട്ടായിരിക്കും പള്ളിയിലൊക്കെ ഉണ്ടാവുക. അത്തരമൊരു സാഹചര്യത്തിലാണ് രാങ്ങാട്ടൂർ ജുമാ മസ്ജിദിൽ ഇത്തരത്തിൽ അത് മുതലെടുത്തുകൊണ്ടൊരു മോഷണം നടത്താൻ ഇയാൾ തയ്യാറാകുന്നത്. മോഷണം നടത്തിയ ഉടനെ തന്നെ ഇയാൾ അവിടെ നിന്ന് ബസ് കയറി പോകുന്നുണ്ട്. പക്ഷേ വിശ്വാസികളൊക്കെ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് CCTV ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് ഇയാളാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നത്. എന്തായാലും കൃത്യമായൊരു ഇടപെടൽ അത് ആ ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്നും പോലീസുകാരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി ആ ഇടപെടലിലൂടെ തന്നെയാണ് ഈ പ്രതിയിലേക്ക് ഒടുവിലെത്തുന്നത്. എന്തായാലും ആ സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനായ അബൂബക്കറിന് തന്റെ മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഇടപെടലും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ശരി, സോണലാണ് വിവരങ്ങൾ നൽകിയത്.